നവജാത ശിശുക്കളിൽ 2 മണിക്കൂർ ഇടവിട്ടാണോ 3 മണിക്കൂർ ഇടവിട്ടാണോ രാത്രി പാല് കൊടുക്കണോ? എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് പാല് കൊടുക്കേണ്ടത്? ഇങ്ങനെ പല ചോദ്യങ്ങളും വരാറുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബേബി അവരുടെ ബർത്ത് വെയിറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ബർത്ത് വെയിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ക്രമമായിട്ട് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ, ഒരു 6 to 8 ടൈംസ് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബേബി ആക്റ്റീവ് ആൻഡ് അലർട്ട് ആണെങ്കിൽ ഡിമാൻഡ് ഫീഡിംഗ് ആണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് കുട്ടി വിശപ്പിന്റെ ലക്ഷണങ്ങൾ അഥവാ ഹങ്കർ ക്യൂസ് എന്ന് പറയും. ഈ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ പാല് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, രാത്രി കാലങ്ങളിൽ ഉണർത്തി പാല് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. കുട്ടി ഉണരുന്ന സമയത്ത് പാല് കൊടുത്താൽ മതി. രാത്രി ഉറക്കത്തെ എഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ അലാറം വെച്ചെല്ലാം പാല് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനത്തെ കുട്ടികളിൽ. എന്നാൽ പകൽ സമയങ്ങളിൽ വീണ്ടും വീണ്ടും പാല് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ കുട്ടി ബർത്ത് വെയിറ്റ് അറ്റൈൻ ചെയ്തിട്ടില്ല, അതുപോലെ മൂത്രത്തിന്റെ അളവ് കുറവാണ്, കുട്ടി ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങളുണ്ട്, വേറെ കോംപ്ലിക്കേഷൻസ് ഉള്ള കുട്ടികളാണ്, അതായത് പ്രീ ടേം ആണ്, അതുപോലെ ICU അഡ്മിഷൻസ് ഉള്ള കുട്ടികളാണ്, സ്പെഷ്യൽ കെയർ വേണ്ടിയ കുട്ടികളാണ്, അങ്ങനത്തെ കുട്ടികളിലെല്ലാം സെക്കൻഡ് അവറിൽ തന്നെ പാല് കൊടുക്കേണ്ടതാണ്. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം.